ബിഗ് ബോസ് കഴിഞ്ഞ് നാദരയ്ക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം ചേർത്ത് പിടിക്കുന്ന കുടുംബം ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അത് കിട്ടിയതും ബിഗ് ബോസിലൂടെയാണ്. ഉമ്മയൊക്കെ അറിയാം, വാപ്പക്കറിയുന്നു. ഞാനും ഷനാസും കൂടി എവിടെ മാളിൽ പോയത് ബർത്ത്ഡേ കേക്കട്ടെ. അതിപ്പോഴാണോ അറിയണം, വാപ്പ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഫസ്റ്റ് എന്നെ ഇങ്ങനെ പോയതായിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. ഉമ്മയെ പറഞ്ഞേ? നാട്ടുകാര് നാട്ടുകാരെ പറഞ്ഞു. ഞാൻ കൂടുതൽ വീട്ടുകാരൊന്നും എൻ്റെ അടുക്ക ഒന്നും പറയൂല. വീട്ടുകാരെന്ന് ഞാൻ ഒന്നും അറിയണില്ല. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ മുമ്പൊക്കെന്ന് പറഞ്ഞ നജീബ് എന്നല്ലേ വിളിച്ചുകൊണ്ട് നടന്നത്. ഞാൻ പുറത്ത് എനിക്കിപ്പോഴും ഞാൻ നജീബ് തന്നെ വിളിക്കുന്നു. സീസൺ 7 കാണാറുണ്ടോ ബിഗ് ബോസ്? ആരും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ഫാമിലി ടാസ്ക് വന്നപ്പോ ഞാൻ പോത്താ ഉമ്മയായിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മറ്റേ ഞാൻ പോന്ന് പറഞ്ഞു. ഇവളെ സംബന്ധിച്ച് എവിടെ പോയാലും എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. ഏത് ഫാമിലി ഫംഗ്ഷനിൽ പോയാലും ചിലപ്പോൾ ഞാൻ ടോപ്പിക് ആവും. ആ സമയത്തൊന്നും ഞാനൊന്നും അല്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഇവള് എനിക്ക് വേണ്ടി വാദിക്കും, തർക്കിക്കും, അടി വെക്കാറുണ്ട്. അപ്പൊ എന്റെ പേര് അങ്ങനെ എങ്ങാണ്ട് വീട്ടിൽ നിന്ന് അടി വെച്ചിട്ട് വന്നതാണോ എന്നുള്ള എനിക്ക് പേടി. ഭയങ്കര ഷോക്കായിപ്പോ. ഞാൻ പണ്ട് ഞാൻ ഒരു സീരിയൽ കാണും. എനിക്കൊക്കെ ഇപ്പം പുറത്തിറങ്ങുമ്പോൾ കുറെ ആൾക്കാർ എന്നെ കളിയാക്കിയിരുന്നാലും പക്ഷേ എനിക്ക് നല്ല അഭിമാനം. കുറേ ആൾക്കാർ പറയുന്നത് എനിക്ക് മക്കളെ ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരൂ. ഞാൻ മെനിഞ്ഞാന്നും എൻ്റെ കുട്ടിയുടെ അടുക്ക ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ചേച്ചിക്ക് കാണണമെന്ന് പറഞ്ഞ് നീ കാണണം, ചിലപ്പോൾ അവരവിടെ വരൂ എന്നൊക്കെ പറഞ്ഞു. പാലുകാച്ചിൽ ഹൗസ് വാമിംഗ് നടന്നു, ഇത്ര സന്തോഷമായി നടന്നു. കുറേ പേര് വന്നു, കുറേ സെലിബ്രിറ്റി വന്നു. ഇനി ഇതേപോലെ കുറേ പേരും കുറേ സെലിബ്രിറ്റിയും വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ? എന്തായിരിക്കും? ഷഹനാസിന്റെ കല്യാണം. ഷഹനാസിന്റെ കല്യാണമല്ല, ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ബിഗ് ബോസ് വേദി പലർക്കും പല പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. ഒരു പക്ഷേ ആ കപ്പിനേക്കാൾ വലിയൊരു വിജയം നേടിയ ഒരു വ്യക്തിയുണ്ട് സീസൺ 5 നമുക്കൊക്കെ പ്രിയപ്പെട്ട നാദിറ. സോ നാദിറയ്ക്ക് ഒപ്പം തന്നെ ആ എന്തായിരുന്നു ആ പ്രതീക്ഷയും സ്വപ്നം എന്നുള്ളത് കൂടി ഒരുമിച്ച് ഫ്രെയിമിൽ ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നാദിറ എന്നുപ്പ അല്ലെ, നവാസ്ക, എൻ ഷഹനാസ്, എൻ ഉമ്മി, സുമയ, റൈറ്റ്? പേരൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ എന്നെക്കാൾ ഫേമസ് ആയവരൊക്കെ എന്നുള്ളത് ഇറങ്ങുമ്പോഴത്തേക്കും തിരിച്ചറിയാറുണ്ട്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു ചാനലിലേക്ക് ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് കാണാൻ അതിന്റെ സന്തോഷമുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ നാദിറയ്ക്ക് ബിഗ് ബോസ് എന്നൊരു വേദിയുടെ ഏറ്റവും വലിയ എന്താണ് ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷ്യം ഇരിക്കുന്നവരാണ് അല്ലെ? ശരിയല്ലേ? യെസ്, ഉറപ്പായിട്ടും. ബിഗ് ബോസ് കഴിഞ്ഞ് നാദിറയ്ക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒപ്പം ചേർത്ത് പിടിക്കുന്ന കുടുംബം ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അത് കിട്ടിയതും ബിഗ് ബോസിലൂടെയാണ്. വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു സമൂഹത്തോട് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം കൂടി ഉണ്ടല്ലോ, ഇങ്ങനെയും സാധിക്കും. അതെ, അതിന് വരുന്ന സീസണുകൾ കൂടി ഇനി പ്രാക്ടീസ് മീൻസ് ഇനി വരുന്ന ആൾക്കാർക്ക് കൂടി ഇത് സാധ്യമാവട്ടെ എന്നുള്ള ആഗ്രഹം. ഈ പലപ്പോഴും നമുക്ക് ആ വേദിയിൽ വരുന്ന സമയത്ത് കൂടുതലുള്ളവർക്കും ചിലപ്പോൾ സിനിമ സ്വപ്നം കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു മീഡിയ റിലേറ്റഡ് ആയിട്ട് ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. ഇതല്ലാതെ വലിയ നേട്ടങ്ങളുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് അല്ലെ? ഉറപ്പായിട്ടും. ഈ പറഞ്ഞ കണക്ക് ഞാൻ ഒരു സന്തോഷം കഴിഞ്ഞ് അടുത്തൊരു സന്തോഷമൊക്കെ നേടുന്ന ഒരാളാണ്. ഈ പറഞ്ഞ ഫാമിലി കഴിഞ്ഞാൽ അടുത്ത എന്തെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ വീടായിരിക്കാം. ആ വീടും നേടി അടുത്തെന്ന് ചോദിക്കുമ്പോൾ അതും ഉണ്ട്, സ്വപ്നത്തിലുണ്ട്. അപ്പം ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ബിഗ് ബോസ് ആയിരുന്നു. അപ്പം പൊതുവെ ആൾക്കാരൊക്കെ പറയും ബിഗ് ബോസിൽ പോയി എന്ത് നേടാൻ, എന്ത് നേടിയതിന്റെ റിസൾട്ട് അല്ലേ ഞാനിപ്പോ കാണിക്കുന്നത്. അതെ, ഇപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കുന്നത് വളരെ കുറച്ച് സമയത്തിനുള്ളിലാണ്. അതായത് ചെറിയൊരു പ്രായത്തിനുള്ളിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാണ്. എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ബിഗ് ബോസിന്റെ വേദി, അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട്, ഒപ്പം ചേർത്ത് പിടിക്കാൻ ഈ കുടുംബം ഉണ്ടാവണം എന്നുള്ള സാധനം. അപ്പൊ ഈ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാവും പറയത്തില്ല? ഉറപ്പായിട്ടും എന്റെ സ്പെഷ്യൽ ഫാമിലി തന്നെയാണ്. ആ ഫാമിലിയും ആ പഴയ വീടും ഒക്കെ സ്പെഷ്യൽ. അല്ലാതെ ഈ പുതിയ വീട് സ്പെഷ്യൽ ആണെങ്കിൽ പോലും ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നേരെ ചെന്ന് കയറുന്ന ഒരു വ്ളോഗ് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് എന്നുള്ളത്. ആ സ്പെഷ്യൽ മൊമെന്റ് ഞാൻ ക്യാപ്ചർ ചെയ്തു. ആ വീടും ആ ഒരു സ്പേസും ഒക്കെ തന്നെ ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ഫാമിലിനെ കണക്ട് ചെയ്തിട്ട് ആദ്യം കാണുന്നത് ശരിക്കും അനിയത്തി മാസ്ക് ഒക്കെ വെച്ച് വരുന്ന ആ ഒരു സീനാണ്. ഇപ്പോഴും വൈറലാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നാദിറയ്ക്കാണ് എന്നുള്ളൊരു ഓർമ്മയുണ്ട്, പക്ഷെ എന്നാലും ഡൗട്ടിൽ നിൽക്കുകയാണ്, തോന്നലുണ്ട്. അപ്പൊ ഈ കണ്ണിന് ഉറപ്പില്ല, എനിക്ക് നല്ല ഉറപ്പാണ് ഇല്ലാന്ന്. മീൻസ് എന്റെ ഫാമിലി വരില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ എവിടേക്ക് കണ്ണ് കാണുമ്പോഴും എന്റെ ഉള്ളില് ആ ഉറപ്പ് കിടക്കുകയല്ലേ, ഒരിക്കലും ഫാമിലി വരില്ല, വരാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്ക് അന്ന് മലയാളി പ്രേക്ഷകർക്ക് ഒരു ഫാമിലി റൗണ്ട് തന്നെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്, എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല. അപ്പം ആ സമയത്ത് ഞാൻ ചിലപ്പോൾ
വാപ്പയും ഉമ്മയും എക്സ്പെക്ട് ചെയ്താൽ പോലും ഷാനാസിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക്. Okay, കാരണം അവൾ ഒരിക്കലും മുംബൈയിലേക്ക് വരാനോ ഒക്കെ സാധ്യത വളരെ കുറവാണ്. ഒരാളെ വരുള്ളൂ എന്നാണ് എന്റെ വിചാരം ആ സമയത്ത്. നോക്കുമ്പോ ഷാനാസ് ആണ്. പിന്നെ ഞാനും ഷാനാസും തമ്മിൽ കണ്ടിട്ടും കുറച്ച് ഗ്യാപ്പായി. ഞാൻ ബിഗ് ബോസ് വന്നിട്ട് എത്ര കുറച്ച് നാൾക്ക് ശേഷം അന്ന് കാണുന്നത്? എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഒളിച്ച് മീൻസ് കണ്ടിട്ടൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരുടെ ഓർമ്മയുണ്ട് നമുക്ക്. എവിടെ അത് ചിലപ്പോൾ ഒരു പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ഉള്ള ഒരാളാണ്. ഒരു സമയത്ത് വീട്ടിൽ ആരും അറിയാം, എനിക്ക് ഉമ്മയൊക്കെ അറിയാം, വാപ്പൊക്കെ അറിയാം. ഞാനും ഷാനാസും കൂടി എവിടെ മാളിൽ പോയത് എന്റെ ബർത്ത്ഡേക്ക്. ബർത്ത്ഡേ കേക്ക് കെട്ടാൻ. അതിപ്പോഴാണോ പറയുന്നത്? അറിയണം, വാപ്പ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഞങ്ങൾ ഒരിക്കൽ പോയിട്ട് മാളിൽ പോയി ഭക്ഷണം കഴിച്ചു, കേക്ക് കെട്ടത്, അങ്ങനെ എന്തോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്നും അതും കഴിഞ്ഞിട്ട് എനിക്ക് ബിഗ് ബോസ് പോകുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ഇവരുടെ യാത്ര പറയാൻ വിട്ട്, പാപ്പയെ കാണുന്നില്ല, ഇവരുടെ മറ്റേ ഷാൻസിന്റെ യാത്ര പറയാനായിട്ട് വന്നിട്ടൊക്കെ പോയി. എന്നാലും നമ്മള് കണ്ടിന്യൂസ് അങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആ സമയത്ത്. അപ്പൊ കണ്ണ് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല. പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ചിലപ്പം ഉറപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്ന് ആ മാസ്ക് മാറ്റിയപ്പോ എന്താ ഫീൽ ചെയ്ത്? ഭയങ്കര ഷോക്കായി പോലെ. ഞാന് ഈ നമുക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണ് സംഭവിക്കണമെന്ന് അറിയാത്തൊരു മൊമെന്റ് ഉണ്ട് നമ്മള്. അതെന്ത് വികാരം എനിക്ക് ഇപ്പോഴും അറിയില്ല. കരയണമെന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഉറക്ക മീൻസ് ശബ്ദം ഉണ്ടാക്കണമെന്നുണ്ട്. അതൊന്നും പറ്റാതെ ഭയങ്കര ഷോക്കായിപ്പോ. ഞാൻ അപ്പോഴും ചോദിക്കാണ്, വാപ്പ അറിഞ്ഞിട്ടാണോ വന്നത്? കാരണം എനിക്കറിയില്ലല്ലോ, ചിലപ്പോൾ വീട്ടില് വേണമെങ്കിൽ ഇവളെ സംബന്ധിച്ച് എവിടെ പോയാലും എനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. ഏത് ഫാമിലി ഫംഗ്ഷനിൽ പോയാലും ചിലപ്പോൾ ഞാൻ ടോപ്പിക് ആവും. ആ സമയത്തൊന്നും ഞാനൊന്നും അല്ലല്ലോ. അപ്പൊ ആവുന്ന സമയത്ത് ഇവള് എനിക്ക് വേണ്ടി വാദിക്കും, തർക്കിക്കും, അടി വെക്കാറുണ്ട്. അപ്പൊ എന്റെ പേര് അങ്ങനെ എങ്ങാണ്ട് വീട്ടിൽ നിന്ന് അടി വെച്ചിട്ട് വന്നതാണോ എന്നുള്ള എനിക്ക് പേടിയുണ്ട്. ഭയങ്കര ഷോക്കായിപ്പോ. ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്, വാപ്പ അറിഞ്ഞിട്ടാണോ വന്നത്? വാപ്പക്ക് അറിയുവാണോ? വാപ്പ അറിയാതെ വന്നതിനെ തീർന്നില്ല. ഈ കണ്ട സമയത്ത് എന്താ ഈ പെട്ടെന്ന് ഇപ്പൊ നമ്മള് നിർദ്ദേശം ഉണ്ടായിരുന്നു അവിടുന്ന് പെട്ടെന്ന് പോയിട്ട് ഹഗ് ചെയ്യരുത്, ഞാനത് മനസ്സിലാക്കിപ്പിക്കരുത്, എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നന്നായിട്ട് ഡ്രമാറ്റിക്കലി പറഞ്ഞതൊക്കെ ചെയ്തു എന്നുള്ളതാണ്. ആണോ? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അവര് പറഞ്ഞത്? എനിക്ക് തോന്നുന്നു കേക്കട്ടെ, അവര് പറഞ്ഞു പെട്ടെന്ന് കണ്ടപാടെ ഓടി പോകരുത്, കുറച്ചു നേരം നിക്കണം, അവിടെ ഇങ്ങനെ നിക്കണം, ആള് നിന്റെ അടുത്ത് വരണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നിന്നു. നിനക്ക് പോവാൻ തോന്നും, ചിലപ്പോ കണ്ടാലും ഓടി പോവാൻ തോന്നും, നീ പോവരുത്, നീ അവിടെ തന്നെ നിക്കണം, കുറച്ചു നേരം നിക്കണം, ആൾ ഇങ്ങോട്ട് വരും, വരണം എന്നൊക്കെ. ശരിക്കും തോന്നിയിരുന്നു അത് പെട്ടെന്ന് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്തു? ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പോയി കെട്ടി പിടിക്കാൻ തോന്നിയോ? കണ്ട് എനിക്ക് തോന്നുന്നത് എന്റെ ഏതൊരു പാർട്ട് കണ്ടാലും മനസ്സിലാകും. അല്ല, അപ്പൊ ഇവര് ഹുഡി ഇട്ട് എനിക്കറിയില്ല, ഇത്രയും കണ്ട ഞാൻ മനസ്സിലായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കണ്ടപ്പം തന്നെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് മനസ്സിലായിരുന്നു. പക്ഷെ ആ കൂട്ടത്തിലൊന്നും ഇല്ലാത്തൊരു ഭംഗി ഇവൾക്ക് ഉണ്ടായിരുന്ന സമയത്ത് എനിക്കത് എന്താണെന്ന് അറിയില്ല. ചിലപ്പോ മറ്റുള്ളവർ പറയുന്നതല്ല, ഭയങ്കര ഒരു എന്താ പറയട്ടെ, ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ഫേസ് ആയുള്ളത് കണ്ണ് കാണുമ്പോ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾക്കൊക്കെ ഉള്ള പ്രത്യേകത കേട്ടോ, കണ്ണ് ഭയങ്കര രസം. പാരമ്പര്യ. അപ്പൊ ഇവിടെ കണ്ടപ്പം തന്നെ എനിക്ക് ഡൗട്ടായി. പക്ഷെ അത് നമുക്ക് ചിലപ്പോ എന്റെ ഫാമിലി ആണെന്ന് അവർ പറയുന്നില്ലല്ലോ. ആരുടെയൊക്കെ ഫാമിലി പല സമയത്ത് ഡൗട്ടായി നിൽക്കും. ചുറ്റുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് നിന്നിരുന്നത്, ആണ് ഇത് അനീതിയാണ് എന്നുള്ള രീതിയിലേക്ക്. അയ്യോ അതെ, ആ സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഫാമിലി, ഫസ്റ്റ് ഫാമിലി കഴിഞ്ഞ് സെക്കൻഡ് ഫാമിലിക്കാണ് ഷാനാസ് വരുന്നത്. അപ്പം ആരുടെ നമുക്ക് അറിയില്ല, അപ്പൊ ആരുടെ ആകാം. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ പാട്ടിട്ട സമയത്തും കണ്ണാന്തമ്പി പോരാൻ പോലെ അതുമായിട്ട് എനിക്ക് എന്താ ബന്ധം? ഞാൻ മീൻസ് എന്റെ ഫാമിലി ആയിട്ട്, കാരണം അനിയത്തിന്ന് പ്രതീക്ഷിക്കുന്നില്ല, ഉമ്മയോ ഒക്കെ അല്ലെ പ്രതീക്ഷിക്കുക. ഞാൻ സത്യം പറഞ്ഞ പ്രതീക്ഷ എന്റെ ഫ്രണ്ട്സ് ആണെന്നുള്ളതാണോ, സുഹൃത്തുക്കളോ ഇല്ല ആരുമില്ല എന്നുള്ളതാണ് എന്റെ. ശരിക്കും സീസൺ 7 മാത്രം സീസൺ 5 ഒരു കണ്ണാന്തമ്പി ഉണ്ടായിരുന്നു അല്ലേ? സീസൺ 7 അത് ജിസൈലിന് ആ പാട്ട് വെച്ചിട്ട് അത് അനീഷായിട്ട് പാട്ട് പാടി പാട്ടായിരുന്നു. സ്പെഷ്യൽ കണ്ണാന്തമ്പി ഉണ്ടത്. അതെ, അതിപ്പോഴും റിപ്പീറ്റേഷൻ വാല്യൂ ഒക്കെ ഉണ്ടെന്ന് തോന്നാറുണ്ട്. ഈ നമ്മൾ ബിഗ് ബോസിൽ പോകുന്നതിലും പോവാ എന്നുള്ളത് വീട്ടുകാരെ അറിയിച്ചിരുന്നു അന്ന്? ഞാൻ ഉമ്മടുത്ത് പറഞ്ഞിരുന്നു. ഉമ്മടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാരവനിൽ കയറുന്ന സമയത്ത് നമുക്ക് കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ, വെർച്വൽ കോണ്ടാക്ട് ഒക്കെ പോസിബിൾ. ഉപ്പയുടെ അടുത്തോ? ഇല്ല. ഈ കണ്ട് ഉപ്പ എപ്പോഴാണ് ശരിക്കും കാണുന്നത്? ബിഗ് ബോസിൽ ഒരു ഫസ്റ്റ് സീൻ ടിവിയിൽ കണ്ടിരുന്നു, എന്തായിരുന്നു? ടിവിയിൽ ഫസ്റ്റ് കാണുന്നത് ഫസ്റ്റ് തന്നെ ഇങ്ങനെ പോയതായിട്ട് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. ഉമ്മയെ പറഞ്ഞേ? നാട്ടുകാര് പറഞ്ഞു. ഞാൻ കൂടുതൽ വീട്ടുകാരൊന്നും എൻ്റെ അടുക്ക ഒന്നും പറയൂല. വീട്ടുകാരെന്ന് ഞാൻ ഒന്നും അറിയണില്ല. ഞാൻ പിന്നെ ആ ഒരു സമയത്ത് ഞാൻ മുമ്പൊക്കെന്ന് പറഞ്ഞ നജീബ് എന്നല്ലേ വിളിച്ചുകൊണ്ട് നടന്നത്. ഞാൻ പുറത്ത് എനിക്കിപ്പോഴും ഞാൻ നജീബ് എന്ന് തന്നെ വിളിക്കുള്ളൂ. മോളെ ഇളയതിനെ ഷാനാസ് എന്നേ വിളിക്കുള്ളൂ. അത് ഞാൻ ഇതുവരെ എനിക്ക് മറ്റൊരു പേര് അറിഞ്ഞുകൂടാ. പിന്നെ ആ സമയത്ത്
പിന്നെ കുറച്ചൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊക്കെ എനിക്ക് കുറച്ച് ആൾക്കാരിൽ നിന്നൊക്കെ ഉണ്ടായി എനിക്ക്. അതായത് പുറത്ത് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഒരു മാറ്റി നിർത്തും പോലെയൊക്കെ അങ്ങ് നിർത്തി. എന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ബന്ധുക്കളിൽ തന്നെ 2-3 ആൾക്കാർക്ക് എന്നെ കളിയാക്കി എടുക്കുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ കുട്ടികളെ നമ്മളിങ്ങനെ വിടണത്. നമ്മളിതൊന്നും അറിയാൻ പോണില്ലല്ലോ. അറിഞ്ഞ സമയത്ത് പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റും. ഇന്നത്തെ സാഹചര്യം അതാണ്. ഏതൊരു കുടുംബത്തിലും ഇപ്പോൾ എല്ലായിടത്തും ഇത് സംഭവിക്കണമല്ല. പിന്നെ ഇതെല്ലാം ഇതായിട്ട് വന്നപ്പോൾ ഞാൻ പിന്നെ ഇത് അറിഞ്ഞപ്പം പിന്നെ വിചാരിച്ച് നമ്മളെ മനസ്സിൽ നമ്മളെ മക്കളൊരിക്കലും പോണില്ലല്ലോ. ഒരു മക്കളും ഒരു തന്തേരെ മനസ്സിൽ നിന്ന് പോകൂല. അപ്പം ഇതേപോലെ ഒരു ഫാമിലിയിൽ ഒരു ഇത് വന്നപ്പോൾ അപ്പം വിചാരിച്ചു എൻ്റെ കുട്ടി എന്താണെന്നാലും ഒറ്റപ്പെടണ്ട. നമ്മളെ കണ്ണ് മറിഞ്ഞ് പോയിരുന്നാലും കുട്ടികൾ ഒരിക്കലും ഒറ്റപ്പെടരുത്. ഞാൻ എൻ്റെ പരിപൂർണ്ണ സമ്മതത്തോട് തന്നെയാണ് എൻ്റെ ഇളയ മോളെ ഞാൻ വിട്ടത്. ഞാൻ അതിനകത്ത് കയറ്റി വിടുമ്പോഴേ, കാരണം എല്ലാവരും പോകുമ്പോഴും ആ കുട്ടി അവിടെ ഒറ്റപ്പെടും. പിന്നെ നമുക്കത് ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ എൻ്റെ ഒരു സമ്മതത്തോടുകൂടി തന്നെയാണ് എനിക്ക് പകരം തന്നെയാണ് ഞാൻ എൻ്റെ ഇളയ മോളെ ഞാൻ അതിനകത്ത് കയറ്റിയതും. നാദറപ്പം ചിന്തിക്കുന്നുണ്ട് ഉപ്പ അറിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും ഉപ്പയുടെ സാന്നിധ്യം കൂടിയായിരുന്നു വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒന്നും ഞാൻ ഇത് അറിയണില്ല. ഇതിനകത്ത് കയറിയതിനു ശേഷം പിന്നെ എല്ലാവരും ഫാമിലിയായിട്ട് മറ്റേ ഞാൻ ആദ്യം ഒരു ഇതിൽ ഞാൻ അത് കാണുമ്പോൾ മറ്റേ റിയാസ് ഒരു ഫാമിലി ആയിരുന്നു കയറി ചെയ്ത്. അങ്ങനെ രണ്ടാമെന്ന് വിചാരിച്ച് ഇതെല്ലാവരും ഫാമിലി കയറുമ്പോൾ എൻ്റെ കുട്ടി അവിടെ ലാസ്റ്റ് ഒറ്റപ്പെട്ടു പോകുമല്ലോ. അതെന്തായിരുന്നാലും എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ കയറണമല്ലോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ ഷാന മോള. അതും എപ്പോഴും നജീവിനെ ഭയങ്കര ജീവനാണ്. അപ്പം ശരി എൻ്റെ മോളി എന്നെ അതിനകത്ത് കയറട്ടെ. അവർ തങ്ങളുടെ മക്കളല്ലേ, അവരൊരിക്കലും നമ്മൾ ആര് പിരിയരുത് എന്നുള്ളതിൽ എൻ്റെ മോളെ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനകത്ത് കയറ്റിയത്. ഉമ്മയുടെ അടുത്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇത് പറയുമ്പോഴുള്ള സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഷോയ്ക്ക് പോവാണ്. പക്ഷെ ഉപ്പയുടെ അടുത്ത് പറയുമ്പോൾ എന്ത് പറയുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും പറയാത്തത്. ഒരു പ്രശ്നം വേണ്ടല്ലോ എന്ന് വെച്ചിട്ടൊന്നും പറയാത്തത്. പറഞ്ഞില്ല, അറിയുമ്പോ അറിയട്ടെ. ഓക്കെ. നാട്ടിലുള്ള ഒരു ബാക്കിയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞറിഞ്ഞിട്ട് വന്ന് ചോദിച്ചോ, അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ നീ അറിഞ്ഞോ ചോദിച്ചോ? അല്ല പറഞ്ഞ നേരത്തെ ഭർത്തൻ യാത്ര പോയിനി, പിന്നെ പറയാൻ പറ്റി പേടിച്ചൊന്നും പറയാത്തെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. ഈ പൊതുവെ നന്നായിട്ട് സംസാരിക്കുന്നു, പ്രത്യേകിച്ച് ന്യൂസ് റീഡർ ആയിട്ടിരിക്കുന്നു. അതിന് മുമ്പാണെങ്കിലും ഇപ്പൊ ജേർണലിസം വെച്ചിട്ട് നന്നായി സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ്, കോണ്ടന്റ് ആണെങ്കിലും. അപ്പോൾ ഈ ചെറുപ്പത്തിൽ അങ്ങനെയാണോ കാര്യങ്ങൾ ഭയങ്കര ക്ലിയർ ആയിട്ടൊക്കെ സംസാരിക്കുന്നത്? ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. 2 കുട്ടികളും നല്ല ക്ലിയർ ആയിട്ട് ചെറുതിലെ അവർ അങ്ങനെ പഠിച്ചു വന്നത് അവരങ്ങനെ ഉണ്ട് സംസാരിക്കും. പക്ഷെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നു കേട്ടോ. ഓക്കെ. പിന്നെ ആരോടും അവർ ഒരു വൈരാഗ്യത്തിന്റെ പുറത്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്തോ ഈ കുട്ടികൾ ആരും സംസാരിക്കൂല. അവര് സാധാരണ മനുഷ്യരെ കൂടെ തന്നെയാണ് അവർ ഇതുവരെ പോണത്. നമ്മള് അപ്പൊ ഉദ്ദേശിച്ചത് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന പൊതുവെ കിട്ടുന്ന അത്രയും പ്രിവിലേജ് കിട്ടിയ ആൾക്കാരല്ല. ഒരു ഫാമിലി അതിൻ്റെ അകത്ത് നിൽക്കുക, അതിന്റെ പുറത്തേക്കുള്ള ഒരു ലൈഫിലൊക്കെ ഒന്ന് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കാലമൊന്നും ആയിരുന്നില്ല. അപ്പം ഭയങ്കര ഇൻട്രോവേർട്ടായി. ഇപ്പം ഷാനാസ് ചിലപ്പോൾ ഒരു പക്ഷേ പിന്നെയും ഒരു പുറം ഈ ലോകം കാണുന്നത് നമ്മൾ ഇപ്പോഴായിരിക്കും കുറച്ച് മനുഷ്യരെ കാണുന്നത്. പണ്ട് പക്ഷെ ഒരു ഫാമിലി, വീട്, പഠിക്കുന്ന സ്ഥലം, ട്യൂഷൻ ക്ലാസ്, കൂടി പോയ മദ്രസ, അതൊക്കെ തന്നെ ഉള്ളൂ കൂടുതലായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ വാപ്പയുടെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര എന്തു പറയട്ടെ, ഭയങ്കര ഒരു നല്ല കാര്യം വാപ്പ ചെയ്തു വെച്ച നല്ല കാര്യം എന്നുള്ളത് പഠിപ്പിച്ചു എല്ലാവരും. ഞാൻ വലുതായിട്ട് പഠിച്ചിട്ടില്ല. എനിക്ക് ഒരു 3ാം ക്ലാസ് വരെ എൻ്റെ വിദ്യാഭ്യാസമുള്ളത്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാനൊരു കള്ളുകൂടിയനാവരുത്, ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ അതേപോലെ ആവരുത്. അവരെ എനിക്കിപ്പം കിട്ടാത്ത പേരല്ല, എൻ്റെ മക്കൾക്ക് എങ്ങനെയെങ്കിലും 10 ആൾക്കാരെ ഇതിൽ അവർ ആ ഒരു ഇതാവട്ടെ, അവരെല്ലാവരുമായിട്ട് നല്ല സഹകരിച്ച് പോട്ട്, സാധാരണ മനുഷ്യരിലോ പോലെ പോട്ട് എന്നുള്ളൊരു ആഗ്രഹത്തിൽ പഠിപ്പിക്കുക. ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഞാൻ കൂലി വേലക്കെല്ലാം പോകും. ഞാനെന്നാ ആ പഠിത്തത്തിലോ ഞാൻ വീട്ടിലൊരു കുറവോ ഞാൻ ഒരു മക്കളും എനിക്ക് അതേപോലെ എനിക്ക് തരണം. അതേപോലെ ആ ബഹുമാനം ഇന്നും അവരെ എനിക്ക് തരണം. അവർ വേറൊരു പേര് ഒരു ഇതായിട്ട് അവരെ ശരിക്കും ആ ഉപ്പയുടെ ആ കഷ്ടപ്പാടിനെ അല്ലാതെ ആ വലിയൊരു സമയത്തിനെ ശരിക്കും വലിയൊരു സ്വപ്നത്തിലോട് കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ള സന്തോഷം. ഞാനൊക്കെ എൻ്റെ കുട്ടികൾ ഇത്രയും പഠിച്ച് ഇത്രയും ഇതായിട്ട് വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഇതാക്കിയിട്ടില്ല. ഒരിക്കലും ഇതുവരെ ഞാൻ എൻ്റെ കുട്ടികൾ ഇത്രയും നല്ലൊരു ഇതാവുമെന്ന് ഞാൻ ഒരിക്കലും. അപ്പം എനിക്കൊക്കെ ഇപ്പം പുറത്തിറങ്ങുമ്പോൾ കുറേ ആൾക്കാർ എന്നെ കളിയാക്കിയിരുന്നാലും പക്ഷേ എനിക്ക് നല്ല അഭിമാനം. കുറേ ആൾക്കാർ പറയുന്നത് എനിക്ക് മക്കളെ ഒന്ന് കാണണം, ഒന്ന് കാണിച്ചു തരുമെന്ന്. ഞാൻ മെനിഞ്ഞാന്നും എൻ്റെ കുട്ടിയുടെ അടുക്ക ഒന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു ചേച്ചിക്ക് കാണണമെന്ന് പറഞ്ഞ് നീ കാണണം, ചിലപ്പോൾ അവരവിടെ വരൂ എന്നൊക്കെ പറഞ്ഞു. കാരണം അതങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പോഴും അപൂർവമായിട്ട് ചില ആൾക്കാർ എന്നെ അത് ഞാൻ വലിയ കാര്യമാക്കൂല. കാരണം എന്താ നമ്മൾ കാര്യമാക്കാന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കൂടെയാണ് ഇന്ന് പോണത്. പക്ഷെ അത് ഭയങ്കര പറയുന്നത് ഭയങ്കര ഉള്ളിന്നാ പറയുന്നത്. ഭയങ്കര സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ എനിക്കറിയില്ല, ഞാനൊരു 26-കാരനായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പോസിബിൾ ആണ്
ഒരിക്കലും അല്ല. Okay. എന്റെ 30കളിൽ അത് സാധ്യമാണെന്ന് വെച്ചാൽ അതുമല്ല. പക്ഷെ വാപ്പ പറഞ്ഞതാണ് ശരി. വാപ്പ ഒട്ടും വാപ്പയെന്നല്ല, ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രതീക്ഷിച്ചിരുന്നായിരുന്നു ഒരു വീടൊക്കെ നമ്മള്. ഇല്ല, നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അച്ചീവ് ചെയ്യാന്ന് പറഞ്ഞ ചെറിയ കാര്യമില്ല. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു എമൗണ്ട് വേണം കാര്യങ്ങൾ. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരൊറ്റ രൂപ കടമില്ല, ലോണില്ല എന്നുള്ളതാണ് അല്ലേ? മറ്റേ ഈടിക്ക് വിളിക്കേണ്ട സമയമായി കണ്ണുപിടി മാത്രല്ല, വേറൊരു കാര്യം എന്നുള്ളത്, വാപ്പ എന്താണ് വാപ്പയുടെ ലൈഫിൽ സ്വീകരിച്ചൊരു തീരുമാനമില്ലേ. ഇപ്പൊ 100 രൂപയാണെങ്കിൽ 100 രൂപ വീടിന് വേണ്ടി ഇന്ന് ഞാനും സെയിം ആണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്റെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന മറ്റു മത്സരാർത്ഥികൾ പോലും അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്രയൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ്. അതിനുശേഷമൊക്കെ അവരുടെ കാശ് കൊടുത്തു. പക്ഷെ അപ്പോഴും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അത് ചെയ്യാം, ഞാൻ റെഡിയാണ്. അപ്പോൾ ഒരു എന്തെങ്കിലും എവിടുന്ന് സാമ്പത്തികമായിട്ട് കിട്ടുവാണെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ പരിപാടികൾക്ക് പോകുമ്പോൾ വീടിന് വേണ്ടിയിട്ട്, സ്ഥലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ആഗ്രഹമുണ്ട് ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ ഞാനും എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പക്ഷെ അത് നിലവിലില്ല. എന്തായാലും കുറെ പേര് വന്നു അല്ലെ, കുറെ നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എന്നുള്ള രീതിയിലേക്ക്. ഇപ്പം ഏറ്റവും സർപ്രൈസ് ആയി പോയത് ആരുടെ പ്രസൻസിലായിരുന്നു? ഉറപ്പായിട്ടും മിനിസ്റ്റർ വന്നത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അത് എനിക്ക് തോന്നുന്നു സെലിബ്സ് മാത്രം പൊളിറ്റീഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും അല്ലെ, അത് വല്ലാത്തൊരു കഴിഞ്ഞില്ല. കാരണം ഞങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് 100-ൽ പരം സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു വീട്ടില്. കാരണം പല സമയങ്ങളായിട്ട് പലരുടെ വിഷ്വൽ നമുക്ക് അന്നേരം എടുക്കാനും പറ്റില്ല. കാരണം രാവിലെ തൊട്ട് ആളുകൾ ഇവിടെ, ഇപ്പൊ മേയർ ആണെങ്കിലും അന്ന് കുറെ പേര് അന്ന് രാവിലെ തന്നെ വന്നിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടും രാത്രി 11 മണിക്ക് 12 മണിക്ക് പിറ്റേന്ന് കഴിഞ്ഞൊരു ഒരാഴ്ച കൊണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ 100-ൽ കൂടുതൽ സെലിബ്രിറ്റീസ് പങ്കെടുത്തിട്ടുള്ള മിനിസ്റ്റർ എന്താ സംസാരിച്ചിരുന്നത്? അപ്പോൾ മിനിസ്റ്ററിന് ഭയങ്കര സന്തോഷമാണ്. കാരണം പ്രത്യേകിച്ച് അന്നൊരു ഒരു സ്പേസിലേക്ക് ഇരുന്ന, അന്ന് ടി-വിയിലൊക്കെ നിറഞ്ഞ ഒരാൾ കൂടിയാണ്. അപ്പൊ ആ സമയത്താണ് മിനിസ്റ്റർ ആ തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഇവിടെ ഓടി എത്തി വീടെല്ലാം പുള്ളി വന്നിരുന്നു, സമയം കണ്ടെത്തി ഇവിടെ ഇരുന്നു, സംസാരിച്ചു, വീട് ഫുള്ളും കണ്ടു. വാപ്പ മിനിസ്റ്റർ തന്നെയല്ല, വാപ്പയാണ്. വാപ്പയുടെ അച്ചീവ്മെന്റ്സിനെയൊക്കെ, വാപ്പയുടെ സ്ട്രഗിൾസിനെ പറ്റിയൊക്കെ സംസാരിച്ചു. എന്നെ അറിയാലോ. ആരുമായിട്ട് പരിചയമുണ്ടോ? മേയറായിട്ട് ഇതുണ്ടോ? ഓ, അത് പരിചയമുണ്ട്. ഞാൻ വിളിച്ചപ്പോ വന്നു. ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ വന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും അതെ സന്തോഷമുള്ള അഭിമാനമാണ്. ഉണ്ട്. മുമ്പ് നാത്ര പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ വാടകയ്ക്ക് വീട് നോക്കുന്ന സമയമുണ്ടായിരുന്നു. പലപ്പോഴും എന്നുള്ള വെച്ചാൽ ഇപ്പോൾ 6000, 7000, 8000 ഒക്കെ വരുന്നതിന് ഞാൻ അതിൻ്റെ ഇരട്ടി വില കൊടുത്ത് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിനെ പറ്റിയുണ്ട്. അപ്പം വീടിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളതും വീട് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അത്രയും വില കാണുന്ന ഒരാളാണ്. ശരിക്കും ആ സ്റ്റേജിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ ശരിക്കും? ഞാൻ തോന്നുന്നു ഈ 18ാമത്തെ വയസ്സിൽ പഴയ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പിന്നെ അവിടെ നിന്നാണല്ലോ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വീടെടുക്കാം. അപ്പൊ അന്നത്തെ ആ ഒരു കാലത്തും സാമ്പത്തികമായിട്ടുള്ള മീൻസ് വരുമാനമൊന്നുമില്ല. മാത്രമല്ല കിട്ടാനും ഭയങ്കര പോസിബിലിറ്റീസ് ഉണ്ട്. ഞാനത് ഇന്റർവ്യൂവിൽ പണ്ടെങ്ങാണ്ട് പറഞ്ഞപ്പോൾ ഓർക്കുന്നത്, അന്നൊരു 6000 രൂപയുള്ള വീടാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വലിയ തുക കൊടുക്കേണ്ടി വരും കിട്ടാനായിട്ട്. അപ്പൊ അവിടെ നിന്ന് പല പല വീടുകൾ താമസിച്ചിരിക്കുന്നു. പൂജപ്പുര താമസിച്ചു, കുമാരപുരം താമസിച്ചു, കവടിയാർ താമസിച്ചു, അങ്ങനെ പലയിടത്തും താമസിച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിലൊക്കെ പോകുന്നത്. അപ്പം എന്താണ് വീടും, എന്താണ് ആ വീടിന് വേണ്ട കഷ്ടപ്പാടൊക്കെ അതിന്റെ അൾട്ടിമേറ്റില് അല്ല താഴെ അവസ്ഥ അവർ അറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് ശരിക്കും അതിന് ഇരട്ടി പൈസ ചോദിക്കുന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു കാലത്തുള്ള പ്രശ്നമാണ്, കാലഘട്ടത്തിന്റെ പ്രശ്നം തന്നെയാണ് അത്. അന്ന് അവെയർ അല്ലല്ലോ പബ്ലിക്. അപ്പൊ അവർ വിചാരിക്കും കൊടുത്താൽ ഉണ്ടാവുന്ന പ്രശ്നം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളെ കണ്ടിട്ടായിരിക്കും കൊടുക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. ഇപ്പൊ ഞങ്ങള് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു വീട് നോക്കുവാണെങ്കിൽ നാദരക്കാണോ, അയ്യോ സന്തോഷം, അവർക്ക് ഭയങ്കര ഒരു എന്താ, ഇനിയിപ്പോ ഉള്ള തുകയിൽ വെച്ചിട്ട് കുറച്ച് തന്നാലും അവർ തരും എന്നുള്ളതാണ്. ഉണ്ട്. ഈ നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തേക്ക് നമ്മുടെ സ്വപ്നം വളരെ വലുതാണ്. കുടുംബം നമുക്കൊപ്പമുണ്ട്, പ്രത്യേകിച്ച് അനിയത്തി വന്നു. അപ്പം എന്തായാലും സംസാരിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അടുത്ത് നമുക്കൊരു വീട് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കിട്ടുന്ന അത്രത്തോളം ജനപിന്തുണയുണ്ട്. പ്രൈസ് മണി കിട്ടുന്ന ഇത്രയും വലിയൊരു എമൗണ്ട് ആണ്. അപ്പം ശരിക്കും അങ്ങനെ ഒരു എയിം ഉണ്ടായിട്ടും പിന്നെ എന്തുകൊണ്ട് പണപ്പെട്ടി എടുത്തിട്ട് ഇറങ്ങാൻ പ്ലാൻ ചെയ്തത്? ശരിക്കും ഒരു വീട് വെക്കാൻ ആ ഒരു എമൗണ്ട് കൂടി ഫസ്റ്റ് പ്രൈസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് വെക്കാൻ പ്ലാൻ അപ്പം ഇല്ല കേട്ടോ. ഇല്ലല്ലോ. ബിഗ് ബോസിൽ പോകുമ്പോഴോ അവിടെ നിൽക്കുമ്പോഴോ വീടെന്നുള്ള പ്ലാൻ ഞാൻ സംസാരിച്ചിട്ട് ആഗ്രഹമുണ്ട്, ഇൻഡിപെൻഡന്റ് ആവണം. കാരണം അതുവരെ ഒരു സാമ്പത്തിക സ്രോതസ്സോ ഇല്ലെങ്കിൽ ഒരു അസറ്റോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് വീടെന്നുള്ള കാര്യമൊക്കെ ഞാൻ സ്വപ്നം കാണുന്നത് കേട്ടോ, സ്ഥലം അത് ഉള്ളത്. പിന്നെ പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയത് ഈ വലിയ തുക എനിക്ക് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് കിട്ടില്ല. പിന്നെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും
അതാണ് കൃത്യമായിട്ട് ചിന്തിക്കേണ്ടത്. കാരണം ഇനി വിന്നർ ആവില്ല ഞാൻ. ഒരു ടിപ്പിക്കൽ മലയാളി ഓഡിയൻസിന്റെ അടുത്ത് 2 ആഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് നിൽക്കാനുള്ള കഴിവ് അല്ല യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കുണ്ടെങ്കിലും അത് പബ്ലിക്കിന് സമ്മതിച്ചു തരണമെന്നില്ല. പ്രത്യേകിച്ച് ഞാൻ വരുന്ന സമയത്ത് അത്രയും ഒരു ട്രാൻസ് പേഴ്സൺസിനെ ഫേസ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഇല്ല മലയാളികൾക്ക്. പക്ഷെ എനിക്ക് ശേഷം ഒരാൾക്ക് സ്വീകാര്യത വളരെ വലുതായിരുന്നു. ഞാൻ അറിയുന്നില്ല. ഏറ്റവും ഇത്രയും അടുത്ത ദിവസത്തോളം തന്നെ 96 ദിവസത്തോളം നിന്നു എന്നുള്ളതാണ്. അപ്പൊ അത് തന്നെ ഏകദേശം ഞാൻ അറിയുന്നില്ലല്ലോ, ഞാൻ ഇത്രയും സപ്പോർട്ട് പുറത്തുണ്ടോന്നോ ഇല്ല എനിക്ക് ഇത്ര വോട്ട് ഉണ്ടോന്നോ ഞാൻ അറിയുന്നില്ല. ആ പുറത്ത് വന്ന് അറിഞ്ഞപ്പോ തോന്നിയോ ഒരു ഫൈനൽ ഫൈൽ വന്ന് ഒരു ഫൈനൽ വിന്നറിലോട്ട് നിൽക്കായിരുന്നു? ചിലപ്പോൾ ഞാൻ സെക്കൻഡോ തേർഡോ എന്തെങ്കിലും സ്ഥാനം കിട്ടി തന്നെ ഇരിക്കട്ടെ, എനിക്ക് എന്താ നേട്ടം എന്ന് ചോദിച്ചാൽ അതില്ല എന്നുള്ളതല്ലേ ശരിക്കും. അത് ചിലപ്പോൾ നേട്ടോ ഇല്ല, അയ്യോ കിട്ടിയവരോട് ഞാൻ പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് സെക്കൻഡ് സ്ഥാനോ തേർഡ് സ്ഥാനോ കിട്ടുന്ന കിട്ടുന്ന അതേ പ്രിവിലേജ് ഞാൻ എല്ലായിടത്തും അനുഭവിക്കുന്നുണ്ട്. ഒരു 96 ഇറങ്ങി എന്ന് പറഞ്ഞാലും അതിന്റെ കൂടെ 8 ലക്ഷം രൂപ മതി. അതെ, എനിക്ക് തോന്നുന്നു വിന്നർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് അല്ലെ? അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ വിന്നറെക്കാളും ആ സീസണിൽ ഉണ്ടായിരുന്ന മറ്റൊരു മത്സരാർത്ഥിക്ക് ഡെയിലി പേയ്മെന്റ് ഉണ്ടായിരുന്നു. ഡെയിലി പേയ്മെന്റ് അത് നോക്കുകയാണെങ്കിൽ ഉണ്ട്. ഡെയിലി വിന്നർ കഴിഞ്ഞാൽ ഒരു സമ്മാന തുക എന്നുള്ളത് കിട്ടുന്നത് ആയിരുന്നു. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കൂ നാദരക്ക് വലിയ തുക. അതെ, എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ വലിയ നേട്ടങ്ങളാവുന്ന ഫാമിലി ഒപ്പം നിൽക്കുന്നു പറഞ്ഞു. അതേ രീതിയിലേക്ക് കിട്ടിയ ഒരാൾ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ വന്നപ്പോൾ അഭിഷേക് അമ്മ ആയിട്ട് വരുന്നതാണെങ്കിൽ പോലും പിന്നീട് അവിടെ നിന്ന് ഫാമിലി ആയിട്ട് ഒപ്പം നിൽക്കലുണ്ടായിരുന്നു. അപ്പോൾ അഭിഷേകിന് അതേപോലെ തന്നെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം, നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു കഴിഞ്ഞ സീസണിൽ. അപ്പോൾ ഇപ്രാവശ്യം അതേപോലെ നൂറാദില വന്നപ്പോൾ ഫാമിലി വരുന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടായില്ല. അപ്പോൾ കണക്ട് ചെയ്തിരുന്നു എന്തെങ്കിലും അവരെ ഫാമിലി വരണം എന്നൊക്കെ തോന്നിയിരുന്നു? ഞാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള എനിക്ക് അറിയാം. ഞങ്ങൾ കുറെ ശ്രമിച്ചിട്ട് അത് നടന്നില്ല എന്നുള്ളതാണ് അവരുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധം. അപ്പം ഉമ്മ പറയുന്നുണ്ടായിരുന്നു അവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഇവിടെ നിർത്താതെ. അവര് ഒരു പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും വരും, ഉമ്മയെ കാണും. കാരണം ഈ വിഷയത്തെ പറ്റി റിയാസിനകത്ത് പോയ സമയത്ത് പറഞ്ഞിരുന്നു, നാദരയുടെ പാലയാഴ്ചയാണ് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, ആണോ അപ്പൊ ഉറപ്പായിട്ടും വരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം കഴിഞ്ഞിറങ്ങട്ടെ, വരട്ടെ. അതെ, ഉമ്മാക്ക് 4 മക്കളായില്ലേ? അതെ, മക്കൾ കൂടുതൽ മക്കള് അല്ലെ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. വീട് വെച്ചു, പക്ഷെ ഇവിടെ ഇല്ല, പുറത്താണ്. വീട് പാലുകാച്ചലിന് കഴിഞ്ഞ് പോയതാണ്, കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് നിന്ന്. അപ്പോൾ വീട്ടിലായിരിക്കാം, ഇവരുടെ ഒപ്പം ആയിരിക്കാം എന്നുള്ളത് തന്നെയാണ് സന്തോഷം? അതോ അല്ല, തിരക്കായിരിക്കാം. അതാണ് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്. തിരക്കായിരിക്കുമ്പോൾ ഞാൻ പലതും മറക്കുകയാണ്. നമ്മൾ വീട്ടുകാരെ മറക്കുന്നല്ല ഉദ്ദേശിച്ചത്, എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമൊക്കെ മറന്നു പോയിട്ട് അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതമാകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോഴും വീട്ടിലേക്ക് തിരിച്ച്, കാരണം എവിടെ കഴിഞ്ഞാലും ഒരു ദിവസം ഗ്യാപ്പിട്ട് ഇങ്ങോട്ട് ഓടി വരും, ഇവിടുന്ന് പിന്നെ തിരിച്ച് പോകുമായിരിക്കും പതിവ്. ട്രിവാൻഡ്രം ആയതിന് വലിയ പരിമിതി ഉണ്ടോ, കാരണം കൊച്ചിയിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നടുക്കായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ എളുപ്പമാണ്. ഇപ്പൊ കൂടുതലും കോഴിക്കോടാണ് ഉണ്ടാവാറ്, കോഴിക്കോട് ട്രിവാൻഡ്രം. എന്നും പരിപാടികളൊക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കുന്നതാണ് സന്തോഷം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇവിടെ അവർക്ക് വീട്ടുകാർക്കതല്ല, ഇവിടെ നിൽക്കുന്നതും ഇവിടുത്തെ കാര്യം. എനിക്ക് ഇപ്പോഴും ഞാൻ അടുക്കള വെച്ചു, ഇങ്ങനെ എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ ആഗ്രഹം കുക്ക് ഇതുവരെ ഇല്ല. ഒരു ഗ്യാസ് ഓണാക്കി കൊടുത്തത്, ആ ഗ്യാസ് ഓണാക്കാൻ എനിക്ക് അറിയായിരുന്നു. അറിഞ്ഞൂടാ കുക്കിംഗ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പൊ പരിപാടിക്ക് കയറിയല്ലോ കൈരളിയിൽ, അത് ഇസ്പ്രിക്ക് പോയപ്പോ ഞാൻ അതിലോട്ട് ചോദ്യത്തിലോട്ട് വരാൻ വേണ്ടിയിട്ടാ. കാരണം ഇവിടെ കയറാത്ത ഒരാള് അവിടെ നിന്നുകൊണ്ട് ഞാനാണ് ദിവസം വീട്ടിൽ കുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിഷ്ണുവിനായിട്ടുള്ള സീനിലൊക്കെ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ സീൻ ഇവിടെ കിട്ടിയില്ല. കറക്റ്റ് വിഷ്ണു ജോഷി ആയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും ഈ കിച്ചണിലോട്ട് കുറച്ച് അല്ലെ, സെലിഫ് കിച്ചണില് ആ ഒരു ബോണ്ട്. സംഭവം 2 പേർക്കും കുക്കിംഗ് അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ യങ് ജനറേഷൻ ആൾക്കാർക്ക് യൂട്യൂബ് മതി കുക്ക് ചെയ്യാൻ, വേറെ ഒന്നും വേണ്ട, കൈപ്പുണ്യം വേണ്ട, എക്സ്പീരിയൻസ് വേണ്ട. യൂട്യൂബ് കയ്യിലുണ്ടോ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാനും പറ്റും, ഫസ്റ്റ് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നിന്ന് ഏറ്റവും പഠിച്ചൊരു ഐറ്റം എന്താ? ഞാൻ ഭയങ്കര അത്ഭുതം തോന്നിയത് ചിക്കൻ കറിയുടെ റൗണ്ടിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നു. ചിക്കൻ കറി കണ്ടിട്ടല്ലോ ഉള്ളതും കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലാതെ എന്താ കൊണ്ടുവന്ന പോലും ഇപ്പോഴും അറിയില്ല. യൂട്യൂബ് നോക്കി അത് പ്രോപ്പറായിട്ട് അത് നോക്കി ചെയ്തു എന്നുള്ളൂ. യൂട്യൂബ് നോക്കിയാലും ചിലപ്പോൾ നമുക്ക് പറ്റണമെന്നില്ല, പക്ഷെ നന്നായിട്ട് ഉണ്ടാക്കി ഫസ്റ്റ് കിട്ടുക. ഞങ്ങൾ കൂടെ മത്സരിക്കുന്ന പ്രോ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും കുക്കേഴ്സും ഒക്കെയാണ്. കാരണം എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ 2 യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഫസ്റ്റ് കിട്ടുക. പൊങ്കൽ ഉണ്ടാക്കി. ഇവിടെ പരീക്ഷിച്ചോ? അങ്ങനെയാണെങ്കിൽ ഉമ്മി ചിലപ്പോ ചോദിച്ചത് നിനക്ക് ഇതിനാണോ ഫസ്റ്റ് കിട്ടിയത്? പക്ഷെ കുറെ റൗണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി, അടുപ്പിച്ച് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ. പാലുകാച്ചിൽ ഹൗസ് വാമിംഗ് നടന്നു, ഇത്ര സന്തോഷമായി നടന്നു. കുറെ പേര് വന്നു, കുറെ സെലിബ്രിറ്റി വന്നു. ഇനി ഇതേപോലെ കുറെ പേരും കുറെ സെലിബ്രിറ്റിയും വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അല്ലെ? എന്തായിരിക്കും?
ഷഹനാസിന്റെ കല്യാണം. ഷഹനാസിന്റെ കല്യാണമല്ല, ഒരു പ്ലാൻ ഉണ്ട്. അല്ല, എനിക്ക് അടുത്ത ഒരു ചിലപ്പം എന്റെ ഒരു ലക്ഷ്യമോ അല്ലെങ്കിൽ സന്തോഷമോ അതായിരിക്കാം. ഞാൻ അറിഞ്ഞു, ഐ മീൻ ഇപ്പൊ അടുത്ത് കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞു. ആരുടെ? ഇല്ല ഇല്ല. ശരി, അയ്യോ പറ അപ്പൊ എന്തെങ്കിലും. ഇല്ല, സത്യം പറഞ്ഞ എനിക്ക് എന്റെ വീട്ടുകാരുടെ ഈ പിന്നെ അനുഗ്രഹത്തോടെ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കും ഭാവിയിൽ എപ്പോഴും വിവാഹം ഉണ്ടെങ്കിൽ നടക്കാം. അതല്ലാതെ ഇല്ല. മീൻസ് ഇനി അടുത്ത ലക്ഷ്യം എന്നുള്ളത്, ലക്ഷ്യം അത് പറയുന്നത് ഭയങ്കര തെറ്റാണ്. കാരണം അത് അവളുടെ ഇഷ്ടമാണ്. പിന്നെ അവളുടെ കഴിഞ്ഞിട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, അനിയത്തിയുടെ കഴിഞ്ഞിട്ട് സംഭവം പ്ലാനിൽ അവിടെ ഇല്ല. KT മീറാഷ് പറഞ്ഞ പോലെ നിർബന്ധിക്കുന്നുണ്ട് വീട്ടിലാര്, ഞാൻ തന്നെ എന്ന് പറഞ്ഞ പോലെ. അതെ അതെ. നമുക്ക് ഇപ്പൊ നമുക്ക് ആഗ്രഹിച്ച് മുഴുവൻ നമുക്ക് വാങ്ങി കഴിക്കാൻ നമുക്കിപ്പോ പറ്റും. പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു കിട്ടുന്ന വീക്കെൻഡിൽ കിട്ടുന്ന സൺഡേ കിട്ടുന്ന ചിലപ്പോൾ ആയിരിക്കാം നോൺ ആയിരിക്കാം, അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കാം. പക്ഷെ അത് കിട്ടുന്ന സ്പെഷ്യൽ. നേരത്തെ നാദർ പറഞ്ഞ പോലെ വാപ്പ വാങ്ങി കൊണ്ടുവരുന്ന സമയത്ത് എന്ത് കവറിലുണ്ടോ, ചിലപ്പോൾ ലേസ് ആയിരിക്കും, എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. അത് കിട്ടുന്ന ഒരു സംഭവം അതിനോളം അല്ലേ. അതിപ്പോഴും ഒരു ബിസ്ക്കറ്റ് ആയിരുന്നാലും ഞാൻ വരുമ്പോ അതിന് ഇട്ടേ പോരും. അതുണ്ട്, പക്ഷെ അതാണ് മക്കൾക്ക് വേണ്ടി അതങ്ങനെ ഇപ്പൊ നമുക്ക് ഇത് കേൾക്കണം. സ്റ്റിൽ വാപ്പാര് ചോദിച്ചാ പറ, ഞാൻ വരുമ്പം കൃത്യമായിട്ട് ഇവിടെ വേണം എന്ന് ആഗ്രഹിക്കുന്ന സാധനമുണ്ട്. ഏതാ? 50 ബിസ്ക്കറ്റ്. അത് പണ്ടത്തെ ശീലോട്ടോ എന്ന് പറയുമ്പോ പണ്ട് നമ്മള് വാപ്പ ഈ 50 ബിസ്ക്കറ്റ് 3 പോർഷനാണ്. അപ്പൊ ഒരു പോർഷൻ എനിക്ക്, ഒരു പോർഷൻ ഇവർക്ക്, ഒരു പോർഷൻ ഉമ്മായിരിക്കും. അപ്പോഴും വാപ്പ എടുക്കുന്നില്ല. വാപ്പ നിർത്തി ഞാൻ കണ്ടിട്ടില്ല. അപ്പം അത് അന്ന് കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കോ വളർന്നിട്ട് കുറെ 50 ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കണം. കാരണം അത് അത്രയും കിട്ടുന്നുള്ളൂ. കുറെ കഴിക്കുമ്പോൾ ഒതുങ്ങി വന്നു. ഭാവിയിൽ പൈസയൊക്കെ ആയിട്ട് കുറെ 50 വാങ്ങണം നമുക്ക്. എവിടെ ഇന്നലെ നമ്മൾ ഇന്ന് വാങ്ങുന്നില്ല. ഇന്നും ഞാൻ 50 പിന്നെ ഒരു നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവരൊക്കെ സമ്മതിച്ചോളൂ. എന്നറിയാം, ഈ 100 രൂപയ്ക്കുള്ള ഒരു ഐറ്റം പോലും എൻ്റെ ഒക്കെ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന ഐറ്റം വേണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. മക്കളുടെ 10 രൂപ ബിസ്ക്കറ്റോ ഇല്ലെങ്കിൽ 20 രൂപ എന്തെങ്കിലും ഒരു 50 രൂപ താഴോട്ട് നമ്മൾ ഐസ്ക്രീം പോലും അങ്ങനെ നമുക്ക് ആഗ്രഹം ആവശ്യപ്പെട്ടിട്ടില്ല. പിന്നെ വാപ്പ എല്ലാ പെരുന്നാളും ഞങ്ങൾക്ക് ഒരു പെരുന്നാൾ പോലും ഞങ്ങൾ ഡ്രസ്സ് എടുത്തരാതെ ഇരുന്നിട്ടില്ല. അതും പ്രത്യേകിച്ച് എനിക്ക് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, എക്സ്പെൻസീവ് എന്നല്ല, നമ്മൾ അങ്ങോട്ടാകുമ്പോൾ ജീൻസും പാൻറ്റൊക്കെ ചെരുപ്പൊക്കെ എടുക്കുമ്പോൾ ഒരു തുകയാവും. അത് എനിക്ക് എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. എനിക്കൊന്നും ഉമ്മയുടെ കയ്യിൽ കൊടുക്കും, ഞാൻ ഉമ്മയും കൂടെ പോയി സിറ്റി പോയി മേടിക്കും. അതൊക്കെ ഒരു ഓർമ്മയുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തൊട്ട് മുമ്പും വാപ്പ 2000 രൂപ ഉമ്മാരയിൽ കൊടുത്തിരുന്നു. അവന് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. അന്ന് കുറച്ച് ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ കാസർഗോഡ് കൊണ്ടുപോവാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ വന്നു തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഉമ്മാരയിൽ കൊടുത്തിട്ട് അവർ വാങ്ങിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ടായിരുന്നു. നമുക്കപ്പോ എന്റെ മനസ്സിൽ ഒരു ഇത് നിൽക്കുന്നത്, വാപ്പയുടെ മനസ്സിൽ ആ വിഷമമുണ്ട്. ആ സമയത്തും അത് പെരുന്നാളാണെന്നുള്ളത് ഓർമ്മയുണ്ട്. അത് 2000 കൊടുത്ത് ആ 2000 കൊണ്ടാണ് ഞാൻ പോയത്. അവസാനം എന്റെ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന പൈസ എന്നുള്ളത് 2000 രൂപയാണ്. ആദ്യം തുടങ്ങി ചെയ്തതാ. പക്ഷെ എത്തി നിൽക്കുന്നത് അതല്ലേ, ആ 2000 തുടങ്ങിയത് അതാണ്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പൊന്നും എന്റെ സേവിങ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ, നമ്മൾ അങ്ങനെ ഉള്ള ആൾക്കാരും അല്ലല്ലോ. അപ്പം ശരിയാ, 2000 തുടങ്ങിയ ലൈഫാ ആണ്. സീസൺ 7 നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തായാലും ചോദിക്കാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ചോദിക്കാം, സീസൺ 7 കാണാറുണ്ടോ? ബിഗ് ബോസ് ആരിഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? ആദിൽ നൂർ തന്നെ. ആണല്ലേ. സത്യം പറഞ്ഞ ഞാൻ ഇതുവരെ നമ്മുടെ വീട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. അതാണ് ഇവരെ ഈ മലയാളി ഫാമിലീസിനൊക്കെ ഇടയിൽ എനിക്ക് തോന്നുന്നു ആ മാറ്റവും ആ കരുതലും സ്നേഹവും വളരെ വലുതാണ് അല്ലെ. തീർച്ചയായിട്ടും. കാരണം അത് ഇവരാരെയും നമ്മൾ ക്ലാസ് എടുത്തു കൊടുത്തോ ഇല്ല, ഇവരാരും പറഞ്ഞു കൊടുത്തോ ഇല്ല, ഇവരത് മനസ്സിലാക്കി എടുത്തതാണ്. അവരും വളരെ സാധാരണ കുട്ടികളാണ്. അത് അവര് വരുമ്പോ വീട്ടിലോട്ട് വരണം എന്ന് പറയുന്നോട് തന്നെ ഞാൻ ഇപ്പൊ ഫാമിലി ടാസ്ക് വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പോത്താ ഉമ്മയായിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ മറ്റേ ശരിയാ, ആരും ഞാൻ പോന്നു. എനിക്ക് തോന്നുന്നു ഉമ്മ പറഞ്ഞത് അത് കായപ്പയാ. നമുക്ക് അതിന് മുമ്പ് എനിക്കറിയില്ല, ഞാൻ അതുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ടീമായിട്ട് ഇപ്പൊ ഇല്ല. മീൻസ് നമുക്ക് അങ്ങനെ ചോദിക്കാനുള്ള സ്പേസ് ഒന്നും ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഉമ്മ ഇത് പറഞ്ഞത് TV കണ്ടപ്പോ ഞാൻ പോവായിരുന്നു എന്നുള്ളത് അല്ലേ. അതിലേക്കും നൂറുടെയും ഫാമിലിയില് അതെ ഭയങ്കര ഇതാണ്. നൂറാദിലാണ്. എനിക്ക് അനീഷേട്ടൻ ഇഷ്ടമാണ്. അനീഷേട്ടൻ ഫാനുണ്ട് ഇവിടെ. ഓക്കെ, എനിക്ക് തോന്നുന്നു കോമണർ ആയിട്ട് വന്ന് അല്ലെ ഭയങ്കരമായിട്ട് ഇത്രയും എനിക്ക് ഇത്ര ദിവസം നിന്നിട്ടുള്ളത് കൂടുതൽ അനീഷാണ് കോമണേഴ്സിൽ ഇതുവരെ LGBTQ റെപ്രസെന്റേഷനിൽ ഏറ്റവും കൂടുതൽ ദിവസം നിന്നത് ഞാനായിരുന്നു. അത് ബ്രേക്കായി.
90 അല്ല ഞാൻ 96 ല് അതായത് 96 ഇനി ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. അതെ, പക്ഷെ നിക്കട്ടെ അല്ലേ. ഹിസ്റ്ററി, ബിഗ് ബോസ് ഹിസ്റ്ററി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്നതിൽ ഇപ്പൊ മണി ബോക്സ് ആദ്യം എടുത്തത് ഞാനാണ്. ഫാമിലി അങ്ങനത്തെ സംഭവം 2-3 കാര്യങ്ങൾ എനിക്ക് അച്ചീവ്മെന്റ് അത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ അച്ചീവ്മെന്റ് ഒന്നായിരുന്നു ഏറ്റവും കൂടുതൽ ദിവസം നിന്ന ഒരാള്. അത് ഇപ്രാവശ്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, മണി ബോക്സ് എടുത്ത് മാറ്റുകയും ചെയ്തു അല്ലേ. മണി ബോക്സ് ഏത് കാലത്ത് എടുത്താലും ആദ്യം എടുത്ത ആള് ചരിത്രം നമ്മൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് മാറ്റി. ഇപ്പൊ പൈസ എടുക്കാനുള്ള കുറെ പ്ലാൻ ഉണ്ട്. ഇപ്പൊ ആദില് പറഞ്ഞിരുന്നു, നെവിൻ പറഞ്ഞിരുന്നു എടുക്കണം എന്നുള്ളതൊക്കെ. പക്ഷെ അത് മാറ്റി ഗെയിം സെക്ഷൻ ഇപ്പൊ 7 മണിയായിട്ട് ആർക്ക് വേണമെങ്കിലും കിട്ടുന്നത് എടുക്കാന്നുള്ളത്. പക്ഷെ നെവിനെ ഉൾപ്പെടുത്താനും പറ്റിയില്ല. അപ്പൊ ഷാനവാസിനായിട്ടുള്ള ഇതിന്റെ പേരില് അപ്പൊ എല്ലാം എല്ലാം ഇരുന്ന് കാണുന്നുണ്ട് എന്നുള്ള സംഭവം. അപ്പൊ എന്തെനിക്ക് തോന്നി ആ ഡിസിഷൻ എന്ത് തോന്നി, 7 പണി പൈസ ഡിവൈഡ്. അത് ഇവര് അകത്തിരുന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ബിഗ് ബോസ് അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്തത്, മാറ്റി. ഇത് നന്നായി തോന്നുന്നു. കാരണം ഇത് ഇവർക്ക് പലർക്കും സ്പ്ലിറ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഒരു സ്വപ്നം കാണുന്ന ഒരു മനുഷ്യന് അത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഇത് ഇത്രയും എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന ചിലപ്പം അതിലേക്ക് ആണെങ്കിൽ അവർക്ക് അത് കിട്ടാതെ പോകുന്നതിന് വിഷമം ഉണ്ടാവുമായിരിക്കും. എന്നാലും വിഷമിക്കാണ്ട് അത്ര ദിവസം നിന്നു എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും പ്രഡിക്റ്റ് ചെയ്തിട്ടല്ലോ. ബിഗ് ബോസ് പോകുമ്പോൾ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. 2ാമത്തെ ആഴ്ച ഔട്ടാവാനും അല്ലെങ്കിൽ തുടക്കമേ ഔട്ടാവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അൺപ്രഡിക്റ്റബിളാ. അപ്പൊ അതെന്തായാലും അപ്പൊ അവിടെ അനീഷേട്ട ഫാനതി. ഉപ്പയ്ക്കാരാ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്? എനിക്ക് ഷാനവാസിനാണ്. ഷാനവാസാണ്. പണ്ട് ഞാൻ ഒരു സീരിയൽ കാണും. എനിക്കില്ലാതെ വേറെ ഒന്നുമല്ല. മുമ്പ് ഞാൻ ആ സീരിയൽ മാത്രമേ കാണൂ. ഏതായിരുന്നു? രുദ്രനായിട്ട് അഭിനയിച്ചു. കുങ്കുമപ്പൂവില് ഞാൻ വന്നെന്ന് കാണുന്നത് ആ ഒരു അതിലുള്ളൊരു ഇഷ്ടമാണ് എനിക്ക് ഇപ്പോഴും ആ ഷാനവാസിന് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ ഫാൻസിനും അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേര് തുടക്കത്തിലുണ്ടായിരുന്നു ഈ രുദ്രനായിട്ട് ബിഗ് ബോസിൽ രുദ്രൻ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രുദ്രൻ ഫാൻ ഉണ്ട്. അത് നമ്മളെ ഒരു ഗുണ്ടര ഒരു സെറ്റപ്പിലാണല്ലോ പറഞ്ഞത്. നല്ലവനെന്നാണെന്നുള്ള ഒരു ഇത് ഉണ്ട്. 3 പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കണം. അപ്പൊ നാദർ പറഞ്ഞു പറ്റും. ഞാന് സീരിയസ്ലി എനിക്ക് ഒരു വിന്നറിന്റെ സാധ്യത എനിക്ക് 100 തോന്നിയിട്ടുണ്ട്. ആഗ്രഹം. ബാക്കി ഇപ്പൊ ആരുടെയും എന്തോ ഈ സീസൺ അത്രയും ആർക്ക് കപ്പ് കിട്ടിയാലും അത് കിട്ടുന്ന ആള് തന്നെ സ്വയം ചിന്തിച്ചു നോക്കുക, കിട്ടാൻ അർഹതയുണ്ടോ എന്നുള്ളത്. അത് സ്വയം ചിന്തിക്കുമ്പോ അവർക്ക് തന്നെ തോന്നട്ടെ. ആരും ഡിസേർവിംഗ് അല്ല, ഡിസേർവിംഗ് അല്ല എന്നല്ല. ഇപ്പം ഫസ്റ്റ് ഇപ്പൊ ആര് വന്നെന്ന് വെച്ചു, അപ്പൊ അയാളും കൂടി ചിന്തിച്ചു നോക്കുക തനിക്ക് കിട്ടാൻ യോഗ്യത ഉണ്ടായിരുന്നു എന്നുള്ളത്. പബ്ലിക്കലി നോക്കുന്ന സമയത്ത് ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കാരണം എന്താ, ഞങ്ങൾക്ക് ആർക്കും ഒരു ഫേവറസ് അങ്ങനെ തോന്നുന്നില്ല ഇല്ല എന്നുള്ള സംഭവം. യെസ്. അപ്പൊ എന്തായാലും സ്വപ്നം കണ്ട വലിയ വീട്ടില് വലിയ സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റി. അപ്പൊ ഇനി ഇടക്കിടക്ക് ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ ഇടയ്ക്ക് വന്ന് ഉമ്മയുടെ ബിരിയാണിയൊക്കെ കാസർഗോഡൻ ബിരിയാണി കഴിക്കാം. കാസർഗോഡ് കഴിക്കാൻ ട്രിവാൻഡ്രം മിക്സ് ചെയ്തിട്ട് അല്ലേ ബിരിയാണി കാസർഗോഡ്. ഉമ്മ ദേഷ്യപ്പെടുന്ന ഇപ്പോഴും കാസർഗോഡ് ഭാഷയില്ല. നമ്മുടെ നാടിന്റെ മറന്നില്ല. അതെ, പുറത്തേക്ക് റിയാലിറ്റി വരുന്നതൊക്കെ കാസർഗോഡില്ല. അങ്ങനെയാണ്. എത്ര വർഷമായി ഉമ്മ? എന്റെ 3ാമത്തെ വയസ്സിലെങ്ങാണ് ഷിഫ്റ്റ് ആയതല്ലേ നമ്മള്. ഓക്കെ. ഉണ്ട്. പക്ഷെ ഇപ്പോഴും അത് അല്ല, നമ്മുടെ നാട് ജനിച്ചു വളർന്ന നാട് ഇപ്പോഴും നമുക്ക് ഫേവറേറ്റ് ആണ്. കാസർഗോഡ് എന്നാണെങ്കിലും ഉൾപ്രദേശമല്ല, മറ്റേ നമ്മളെ കണ്ണൂരാണ് യഥാർത്ഥ ബോർഡറാണ്. ചെറുവത്തൂര് പടന്നാന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതും നിങ്ങൾ അറിയണം. പലരും ഞാൻ പലപ്പോഴും കാസർഗോഡിൽ നമ്മളിപ്പം നമ്മളെ തിരുവനന്തപുരം തന്നെ ഇരിക്കണം. തമ്പാനൂരുണ്ട്, പരുത്തിക്കുഴിയുണ്ട്, തിരുവല്ലമുണ്ട്, വെഞ്ഞാറമ്മൂടും ഇങ്ങനെ കിടക്കണം. പക്ഷെ അത് കണ്ണൂര് ബോർഡറാണ്. അതിന് വാപ്പാന്റെ സ്ഥലം വന്നിട്ട് കണ്ണൂരാണ്, ഉമ്മാന്റെ സ്ഥലം വന്നിട്ട് അതായത് തൃക്കരിപ്പൂരാണ്. നമ്മളെ കാസർഗോഡ് അങ്ങ് നമ്മൾ ഉള്ളിലോട്ട് നമ്മളിവിടെ ഇരിക്കുന്നത് പരുത്തിക്കുഴി അല്ലേ. പരുത്തിക്കുഴി പേര് ഭയങ്കരമായിട്ട് എല്ലാരും പറയാറുണ്ട്. പരുത്തിക്കുഴി ഇപ്പൊ ഒരു പക്ഷെ അറിയപ്പെടുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാന്ന് പറയാറുണ്ട്. ഞാൻ സ്വയം പറയുന്നത് എല്ലാ നാട്ടുകാരും പറഞ്ഞതാണ് സ്വയം പറഞ്ഞതൊക്കെ. യെസ്. അപ്പൊ എന്തായാലും ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. ഇതേപോലെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം അല്ലെ കുറഞ്ഞ സമയത്തുള്ള കിട്ടി. അപ്പൊ ഇനിയും വലിയ ആഗ്രഹങ്ങളുണ്ടാവട്ടെ. അപ്പൊ നമുക്ക് കല്യാണത്തിന് കാണാം. ഓ സന്തോഷം. ആരുടെ റോഹന്റെ കല്യാണം അത് ഇവിടെ വെച്ചിട്ട് നടത്തണം അല്ലേ. യെസ്. ഓക്കെ, ബൈ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.